ചേട്ടാ, ഈ ഫാന്റെ സ്വിച്ച് ഏതാ? ഇത് ഈ ഫാൻ. ഇതിന്റെ ഇത് ഈ ഫാനാണെങ്കിൽ സ്വിച്ച് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവൻ കറങ്ങില്ല. അതെന്താ? അതോ, അതൊരു രസമുള്ള കഥയാ, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു ജൂൺ മാസം പുറത്ത് കോരിച്ചൊരിയണ മഴ. ഞാനാണെങ്കി ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാരം ബോർഡ് കളിച്ചോണ്ടിരിക്കാം. ഇത് റെഡ് അടിച്ച് ഇങ്ങനെ ഗെയിം ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഒന്നൊന്നര ഇടിപെട്ടിയത്. എല്ലാരും പേടിച്ചുപോയി. ഞാൻ ആ റെഡ് അങ്ങോട്ട് ഫിനിഷ് ചെയ്തതും ആ ഇടിപെട്ടിയതും ഒരുമിച്ചായിരുന്നു. ഞാനല്ലേ ആള്, റെഡ് ഫിനിഷായി. പക്ഷേ അതോടെ ഈ ഫാനിന്റെ കപ്പാസിറ്ററും ഫിനിഷായി. പാവം. അന്ന് മുതലേ ഇവൻ ഇങ്ങനെ നിശ്ചലനായിട്ട് നിൽക്കുക. അമ്മാവ വിശറി ഒന്ന് എടുത്തെടുക്കാം. വിശറി. ഓ, താഴെ ഉണ്ടല്ലേ? ആ, ശരി ശരി. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഫാന്. ഞാൻ വീശിത്തരാം. എന്താ അമ്മാവ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അത് കൊള്ളാലോ. ഇന്ന് ആരൊക്കെ മരിച്ചു ആവും. ചരമക്കുളം നോക്കാം. ആദി, എന്താ ചേച്ചി? കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ചേച്ചി, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട, നീ ചേച്ചിയുടെ കൂടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ഇവനെന്ന് എവിടേക്കാ? ചേച്ചി, ഈ സാവിത്രി ഇത് എവിടെ പോയി കിടക്കുക? എടാ ശ്രീയെ, ഞാനിപ്പോ വരാട്ടാ. ആ മാളുവേ, നീ ആ സാവിത്രി എവിടെ എങ്ങനെ കണ്ടോടി? സാവിത്രിമായി കുറച്ചു മുമ്പ് അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ. അടുക്കളയിലോ? ആ, ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞിട്ട് വരാം. ഏട്ടത്തി, ദാ വെള്ളം. വേണ്ട, അത് കുടിക്കണ്ട. ഞാൻ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചോണ്ട് വരാം. ബോട്ടിൽ വെള്ളം എന്തിനാ ഇപ്പൊ? ഇത് മൺകുടത്തിലെ നല്ല തണുത്ത വെള്ള. ഈ വെള്ളം ഏട്ടത്തി കുടിച്ചോ. കുടിക്കെടുത്തി. വേണ്ട ചേച്ചി, വേണ്ട. കുടിക്കെടുത്തി. പൊടി. കണ്ടോ ശ്രീയേട്ടാ, മൺകുടത്തിലെ വെള്ളം ഒരു മടിയില്ലാതെ ഏട്ടത്തി കുടിച്ചു. ഏട്ടത്തി ഈ വീടുമായിട്ട് സെറ്റായി ഇപ്പൊ. ഇവിടെ ചിലർക്കൊക്കെ വാട്ടർ പ്യൂരിഫയർ വേണം, ബോട്ടിൽ വെള്ളം വേണം. പക്ഷെ ഏട്ടത്തിക്ക് അതൊന്നും വേണ്ട. മണ്ണി ചവിട്ടി നിന്ന് ജീവിച്ചാലേ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാവുള്ളൂ. ഗ്ലാസ് ഇങ്ങ് താഴെടുത്തി. അടുക്കളയിലെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാന് ഇപ്പൊ വരാവേ. എടാ ശ്രീ, എന്താടാ അത്? എടാ വടക്കേലെ ഗോപേട്ടനല്ലേ? അങ്ങനെ അവിടെ വന്ന് എന്നെ അന്വേഷിക്കണം. വാ. വിശറി. ചേച്ചി, ചേച്ചി എന്തിനാ വെള്ളം കുടിച്ചേ? ഇനി ഇതൊക്കെയല്ലേ കിട്ടൂ, കുടിക്കാതെ വരെ വഴിയില്ലല്ലോ. കുറെ കാലം സുഖിച്ച് പുത്തമ്പുരയ്ക്കൽ കഴിഞ്ഞതല്ലേ, ഇവളിവിടെ കുറെ അനുഭവിക്കും. മുത്തശ്ശൻ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടി അവളാണെന്ന് അഹങ്കരിച്ച് നടന്നതല്ലേ, അനുഭവിക്കട്ടെ. ഇതാ നമ്മുടെ ശ്രീകുട്ടന്റെ പെണ്ണ് അമൃത. അയ്യോടി, ഈ കൊച്ചിനെ കാണാൻ എന്തൊരു ചന്തോ അല്ലടി സുബേ. സത്യം, നിന്റെ യോഗം. നല്ല ഐശ്വര്യമുള്ള കൊച്ച. എന്റെ അമ്മോ, എന്തോരം സ്വർണ്ണമായി കിടക്കുന്നേ. മോളെ, ഇത് മൊത്തം സ്വർണ്ണമാണോ? ഈ മാല തന്നെ 10-15 പവൻ കാണുമല്ലോ. ഈശ്വര, പെട്ട്. സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാ എത്ര ലക്ഷം രൂപയുടെ മുതലായിട്ടിരിക്കുന്നേ. മോളെ, ചേച്ചിക്ക് ഇടയ്ക്ക് വല്ല അത്യാവശ്യം വരുമ്പോഴേ ഇതിന്നൊരു കുഞ്ഞു മോതിരെങ്കിലും പണയം വെക്കാൻ തരണേ. പുതിയ പെണ്ണിനെ കാണാൻ വന്നിട്ട് നീ പണയം വെക്കുന്ന കാര്യമാണോ പറയുന്നേ? ഞാൻ തമാശക്ക് പറഞ്ഞതാ.
ശ്രീകുട്ട എന്താടാ മിണ്ടാതെ നിക്കുന്നേ? എടുക്ക നീ പിടിച്ചപ്പോ പുളിങ്കമ്പ് തന്നെ പിടിച്ചല്ലോ. ഇവൻ ഇങ്ങനൊരു പെണ്ണെ കിട്ടുമെന്ന് ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? ചേച്ചി ഒന്ന് പതുക്കെ പറ. എന്തിനാടാ പതുക്കെ പറയുന്നേ? നിന്നെ ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. മോളെ, ഇവന് കുഞ്ഞിനെ ഞങ്ങളൊക്കെ എടുത്തോണ്ട് നടന്നതാ. ഇവൻ അന്ന് വള്ളി നിക്കറേ ഇടൂ. അതിനാണെങ്കി പിന്നും ഉണ്ടാവില്ല. നടക്കുന്നതിനിടയിലേ നിക്കറ് ചറന്നൂരി പോവും. ചേച്ചി ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ? നിന്റെ പെണ്ണ് നിന്റെ കഥകളൊക്കെ അറിയട്ടടാ. മോളെ, ഇതൊക്കെ മേക്കപ്പ് ആണോ? അല്ല, ഏയ് മേക്കപ്പ് ഒന്നും അല്ല, ഇത് കൊച്ചിന്റെ സ്വന്തം നിറവാ. അയ്യോ, ഈ എന്തൊരു മണവാ! ഏതാ മോളെ ഈ സെന്റ്? ഇനി ഇവന്റെ വേറൊരു കഥ പറയട്ടെ. കുഞ്ഞിലെ ഇവന് എപ്പോഴും വയറിളക്കോ. ചേച്ചി മതി. അയ്യടാ, വയറിളക്കം ഉണ്ടെങ്കിലും ഇവന് വിശപ്പിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വിശപ്പാ. ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരും. എന്തെങ്കിലും കൊടുത്താ തിന്നോളും. തിന്നത് വയറ്റിലെത്തുന്നതിന് മുമ്പ് അവൻ വീണ്ടും കൈ നീട്ടും. വയറ്റില് കൊക്കപ്പുഴുള്ള ഇങ്ങനൊരു ചെറുക്കൻ ഈ പ്രദേശത്തില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ മറന്നുപോയി. മോളെ, കുറച്ച് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ മോള് കഴിക്ക്. വേണ്ട, ഞാനിപ്പോ വേണ്ടെന്നൊന്നും പറയല്ലേ മോളെ. പുതിയ പെണ്ണിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഈ പലഹാരങ്ങൾ കൊണ്ടുവന്നേ.